നാട്ടില് സാധാരണക്കാരായ കർഷകർക്ക് മാത്രമല്ല, ഈ നാട്ടിലെ ഉദ്യോഗസ്ഥരായ സാധാരണക്കാർക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി വരികയാണ്. അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുക്കുന്നില്ല. കാലാകാലങ്ങളിൽ അവരെ ചൂഷണം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ രസകരമായ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഞാൻ ചോദിച്ചു, നിങ്ങൾ ഭരണപക്ഷത്തുള്ള സംഘടനകളിലെ നിങ്ങളുടെ ഭാഗത്തുള്ള ഇപ്പൊ ഭരണം, എന്തുകൊണ്ട് അവർക്ക് നിങ്ങളുടെ അവകാശം നേടിത്തന്നുകൂടാ? പ്രിയപ്പെട്ടവരെ, അവരൊതുക്കത്തിൽ എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് കേൾക്കണമോ? ഈ സംഘടനകളുടെ നേതാക്കള് ചെവിയിൽ മന്ത്രിച്ചത്രേ, അടുത്ത ഭരണം നമുക്ക് കിട്ടുമോ എന്ന് ഉറപ്പില്ല, അടുത്ത സർക്കാരിന്റെ കാലത്ത് നമുക്ക് സമരം ചെയ്യാമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇന്ന് ഈ നാട്ടിൽ നടക്കുന്നത്. കർഷകരെ മാത്രമല്ല, സാധാരണക്കാരായ മനുഷ്യരെ സർക്കാരുകള് പറ്റിക്കുകയാണ്, രാഷ്ട്രീയ പാർട്ടികള് പറഞ്ഞു പറ്റിക്കുകയാണ്. ആരുടെയാണ് കുഴപ്പം? ഞാൻ പറയും, നമ്മുടെ ഓരോരുത്തരുടെയും കുഴപ്പമാണ്. കാരണം കോയിക്കൽ സാർ പറഞ്ഞതുപോലെ കോൺഗ്രസ് അടിമകളാണ് നമ്മൾ, മാർക്സിസ്റ്റ് അടിമകളാണ് നമ്മൾ, BJP അടിമകളാണ് നമ്മൾ. പാർട്ടിക്കാരെന്ന പേര് അല്പസമയത്തേക്ക് മാറ്റിപ്പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ അടിമത്തത്തിൽ നിന്ന് എന്ന് ഇവിടുത്തെ പൗരന്മാർ മാറി ചിന്തിക്കുന്നുവോ അന്ന് ഈ നാട്ടിൽ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, കർഷകന് എന്തുകൊണ്ടാണ് ഈ അവകാശ സമരങ്ങൾ നടത്തേണ്ടി വരുന്നത്? കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകളെ നമ്മളെ പറഞ്ഞു പറ്റിക്കുന്നത് എന്തുകൊണ്ടാണ്? പശുവിനെ പച്ച പുല്ല് മുന്നിൽ കാട്ടി പറ്റിച്ച് നടത്തിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഇതേ പറ്റീരല്ലേ നമ്മളെയും പറ്റിക്കുന്നത്? ഞങ്ങൾ ജയിച്ചു കയറിയാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കുമെന്ന് ഇവിടെ നിന്ന് മാറി മാറി ഭരിച്ച എല്ലാ സർക്കാരുകളും പറഞ്ഞു. ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷത്തോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കഴിഞ്ഞ തവണത്തെ പ്രകടന പത്രികയിൽ നിങ്ങൾ എഴുതി വെച്ചതല്ലേ 250 രൂപ റബ്ബർ കർഷകർക്ക് ബാങ്ക് വില പ്രഖ്യാപിക്കുമെന്ന്? എന്തേ നിങ്ങൾ ആ വാക്ക് പാലിക്കാത്തത്? ഇന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി തലശ്ശേരിയിലുണ്ട്. ഞാൻ പോരുമ്പോൾ അവിടെ മുനിസിപ്പൽ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് വന്ന എന്നെയും ക്ഷണിച്ചിരുന്നു ആ പ്രോഗ്രാമിന്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയോട് ഞാൻ ചോദിക്കട്ടെ, ആർജവത്വമുണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരന്റെ കണ്ണീരിലെ കണ്ണുനീര് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കണം. ഈ റബ്ബർ കർഷകന് 250 രൂപ കൊടുക്കണം. അഭിമന്യ പിതാവ് ഇതേ വേദിയിൽ വെച്ച് ഈ കുരിശുവള്ളിയെ സാക്ഷി നിർത്തി അനേക കാര്യങ്ങൾക്ക് വേണ്ടി കേരള സർക്കാരുകളോട് ആവശ്യപ്പെട്ടു 300 രൂപ തരണമെന്ന്. അതുവരെ കർഷകരുടെ കാര്യം പരിഗണിക്കാത്ത എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇടവന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അഭിമന്യ പിതാവിന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഇവിടെ സബ്സിഡി കിട്ടാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അതിനു മുമ്പ് ഈ സബ്സിഡി ഇവിടെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് കൊടുത്തില്ല? ഇവിടെ കർഷകർ സംഘടിതരല്ല എന്നവർക്കറിയാം. എന്നാൽ ആ കാര്യം മാറുകയാണ്. ഇവിടുത്തെ കർഷകരെ ഒരുമിച്ച് നിർത്തുവാൻ ജാതി, മത, വർണ്ണ, രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ കത്തോലിക്ക കോൺഗ്രസ് ഇന്നുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും സാധാരണക്കാരന് വേണ്ടി, കർഷകന് വേണ്ടി, അവഗണിക്കപ്പെട്ടവന് വേണ്ടി, പുറന്തള്ളപ്പെട്ടവന് വേണ്ടി ഈ നാട്ടിലുണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഭിമന്യ ജോസഫ് പാമ്പ്ലാനി പിതാവിന്റെ നേതൃത്വത്തില് ബഹുമാനിയായ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ സാറിന്റെ നേതൃത്വത്തില്, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് വടുകയിൽ സാറിന്റെ നേതൃത്വത്തില്, ഗ്ലോബൽ സെക്രട്ടറി ട്രഷറർ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ടോണി പുന്തക്കുന്നേൽ സാറിന്റെ നേതൃത്വത്തില്, ഈ തലശ്ശേരി അതിരൂപതയുടെ ആദരണീയനായ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് സാറിന്റെ നേതൃത്വത്തില്, സെക്രട്ടറി ആയിരിക്കുന്ന ജിമ്മി ഐത്തുപറ്റ സാറിന്റെ നേതൃത്വത്തില് ഇന്ന് ഇവിടെ കത്തോലിക്ക കോൺഗ്രസ് ആർക്കും അവഗണിക്കാൻ പാടില്ലാത്ത വിധം കരുത്താർജിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്നത് വെറും പിൻവാക്കുകളല്ല. നിങ്ങൾ ഈ അടുത്ത കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിക്കേ. എന്തുകൊണ്ടാണ് വയനാട് വെറും 65% ആളുകൾ മാത്രം വോട്ട് ചെയ്തത്? 65% ആളുകളെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ
35% വോട്ടവകാശം ഉപയോഗിച്ചില്ല എന്നാണ് അതിന്റെ അർത്ഥം. വയനാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ പലവരും ആവർത്തിച്ച് നിരവധി കാര്യങ്ങൾ അംഗീകരിക്കാതെ വന്നപ്പോൾ അവർ വോട്ടിൽ നിന്ന് വിട്ടുനിന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ഉപതെരഞ്ഞെടുപ്പിന് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളില് കർഷകര് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തില് കൃത്യമായ നിലപാടുകൾ എടുക്കും. കത്തോലിക്ക കോൺഗ്രസിന് കക്ഷി രാഷ്ട്രീയമില്ല. ഞങ്ങൾ ഇടതിന്റെയോ വലതിന്റെയോ അതിനപ്പുറമുള്ളതിന്റെയോ അടിമകളല്ല. ആരും ഞങ്ങളെ ഒരു തൊഴുത്തിലും കൊണ്ട് കെട്ടുവാൻ വെറുതെ വ്യാമോഹിക്കണ്ട. പക്ഷേ ഞങ്ങൾക്ക് നിലപാടുകളുണ്ട്. ഞങ്ങളുടെ നിലപാടുകൾ കർഷകന് വേണ്ടിയുള്ള നിലപാടാണ്, സാധാരണക്കാരന് വേണ്ടിയുള്ള നിലപാടാണ്. ഇനി മുതൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ പ്രശ്നാധിഷ്ഠിതമായ നിലപാട് കത്തോലിക്ക കോൺഗ്രസ് സ്വീകരിക്കുമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളോട് ഉറക്കെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ മുന്നിട്ടിറങ്ങും. ഓരോ സ്ഥാനാർത്ഥിയെയും കൃത്യമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുകയും ചെയ്യും. വോട്ട് നേടി ജയിച്ചങ്ങ് പോയാൽ ഇനി മുതൽ തിരിച്ചു വരുമ്പോൾ വീണ്ടും വോട്ട് കിട്ടി 5 വർഷം കഴിയുമ്പോൾ ജയിക്കാമെന്ന് ആരും വ്യാമോഹിക്കണ്ട. ഇവിടുത്തെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധരായി മാറുകയാണ്. അല്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസ് ഇടപെട്ട് രാഷ്ട്രീയ പ്രബുദ്ധരാക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളാക്കുമെന്നല്ല, രാഷ്ട്രത്തെക്കുറിച്ച് അവബോധമുള്ളവരാക്കും. ഈ രാഷ്ട്രത്തിലെ സാധാരണക്കാരനായ പൗരന് വേണ്ടി സംസാരിക്കുന്നവരെ മതി ഇനി മുതൽ MP-മാരായിട്ടും MLA-മാരായിട്ടും നമുക്ക് വേണ്ടത്. സാധാരണക്കാരന്റെ പക്ഷത്ത് നിൽക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ നമ്മുടെ കൂട്ടായ്മ നമുക്ക് വളർത്തണം.